ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. കാരണം ഇപ്പം രാത്രിയിൽ മാത്രമേ പഠിക്കാൻ പറ്റുന്നുള്ളൂ. ഡേ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റൽ ഇഷ്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ മോൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒട്ടും സുഖമില്ല, ജലദോഷം കഫക്കെട്ടും തീരെ മാറുന്നില്ല. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുവാണ് കേട്ടോ. അതുപോലെ തന്നെ അവൾക്ക് രാത്രിയിലും ഇപ്പോൾ ഉറക്കമൊന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് രാത്രിയിലാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ അതിൽ കൂടുതലൊന്നും പഠിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഓരോ ദിവസങ്ങളും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേഗം ഒന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഓരോ കാര്യങ്ങൾ ഇടയിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ എടുത്തിട്ട് ഒരാഴ്ചയായി, ഇപ്പോഴും അത് തീർക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് കമ്പ്യൂട്ടർ വലിയ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റൊന്നും അല്ല. കാരണം ഞാൻ ഇതിന് മുമ്പ് PSC പഠിക്കുന്നതിന് മുമ്പ് ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഏകദേശം പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ എക്സ്ട്രാ കുറച്ച് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. സൈബർ ക്രൈംസ്, അങ്ങനെ വേറെ എന്തെല്ലോ വെബ് ഡിസൈനിങ്സ്, അങ്ങനത്തെയൊക്കെ വേറെ പുതിയതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അവിടെ കൂടുതലും ഞാൻ ഇങ്ങനെ ഹാർഡ്വെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സിലബസിൽ തീർന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുവാണ്. പിന്നെ സിലബസിൽ ഞാൻ ഫുൾ മാർക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. കാരണം ചിലവർക്ക് ഇങ്ങനെ ടിക്ക് മാത്രം ഇട്ട് വെക്കാറുണ്ടല്ലോ. പക്ഷേ എനിക്കിങ്ങനെ ഫുൾ ഇങ്ങനെ കളറായിട്ട് കാണുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. പഠിച്ചു കഴിഞ്ഞു എന്ന് ഒരു തോന്നലൊക്കെ വരുള്ളൂ. ഞാൻ നോട്ട്സും കൂടെ എഴുതിയതിൻ്റെയാണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പച്ച ഫ്ലൂറസെൻ്റ് കളർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിനി റിവിഷൻ വരുമ്പോൾ അതിൻ്റെ മേലെ കൂടെ തന്നെ വേറെ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു കളറും കൂടെ ഹൈലൈറ്റ് ചെയ്യും. അങ്ങനെ എക്സാമിൻ്റെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അതെന്തായാലും ഒരു സിലബസ് പിന്നെ മനുഷ്യന് യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലായി മാറും കേട്ടോ. അങ്ങനെ കുറേ പ്രാവശ്യം ഹൈലൈറ്റ് ചെയ്ത് തരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. എല്ലാവർക്കും ഇങ്ങനെയാണോന്ന് അറിയില്ല കേട്ടോ. മുമ്പ് പഴയ റാങ്ക് ഫയൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു 2-3 ദിവസം കൊണ്ട് കമ്പ്യൂട്ടർ തീർക്കുമായിരുന്നു കേട്ടോ. അത്രയും കാര്യങ്ങളെ അതിൽ പഠിക്കാനുണ്ടായിരുന്നുള്ളത്. ഇപ്പോൾ ഒരാഴ്ചയായി ഞാൻ ഇത് കമ്പ്യൂട്ടർ മാത്രമേ പഠിക്കുന്നുള്ളൂ. വേറെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇതൊന്നും നോക്കാൻ പറ്റുന്നില്ല. കാരണം പകലൊന്നും പഠിക്കാൻ വേറെ ടൈമൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്തായാലും ഞാൻ ഈ ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ കുറേ ടോപ്പിക്കുകളുണ്ട്, അതായത് കുറേ പേജുകളുണ്ട്. അപ്പോൾ അതിൽ കുറേയൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ എല്ലാത്തിൻ്റെയും ഒന്ന് ചെറുതായിട്ട് നോട്ട്സൊക്കെ എഴുതിയിട്ട് ഇതിൽ ഞാൻ ആ ബുക്കിൽ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളും എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് നോട്ട്സ് ചെയ്ത് വെക്കാമെന്നും പിന്നെ ബാക്കിയുള്ളത് ആ ഒരു പഴയ റാങ്ക് ഫയൽ തന്നെ നോക്കിയിട്ട് പഠിക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൽ കുറേ ആവശ്യമില്ലാത്ത കുറേ പോയിന്റുകളുണ്ട്. അതുപോലെ NCERT ബേസ്ഡ് ആയിട്ടുള്ള ബുക്സാണ്. അപ്പോൾ കുറച്ച് ഡീപ്പ് കോൺസെപ്റ്റ് ക്ലാസ്സുകളുണ്ട്. എനിക്ക് ക്ലാസ്സുകൾ നോക്കി എഴുതണമെന്നുണ്ടായിരുന്നു. കാരണം ചില ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ വരാറുണ്ട് ഡിഗ്രി ലെവലൊക്കെ. അപ്പം അതൊന്നും അതിനുവേണ്ടി ഞാൻ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ നോക്കുമ്പോൾ എല്ലാ ക്ലാസ്സുകളും വളരെ ബേസിക്കാണ്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും വേറെ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു ക്ലാസ്സൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കമ്പ്യൂട്ടർ റാങ്ക് ഫയൽ നോക്കിയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേജ് എണ്ണിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടോ. ഇനി 2-3 പേജ് ഉണ്ട് പഠിച്ചു കഴിയാൻ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ നോക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഡെയിലി സ്റ്റഡി റൂട്ടീൻസ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. പിന്നെ നിങ്ങളുടെ പഠനമൊക്കെ ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നുള്ളൂ. വലിയൊരു മുന്നേറ്റമൊന്നും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല. അപ്പോൾ പിന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഏപ്രിൽ 13-നും 27-നും ആയിട്ട്. അപ്പോൾ അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ ആ ഒരു എക്സാമിനും കൂടിയിട്ട് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കമ്പ്യൂട്ടർ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത്. LDCക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ആ ഒരു എക്സാം എനിക്ക് എഴുതാൻ പറ്റുമെന്ന് ഇപ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട്. ഡിഗ്രി പ്രിലിംസ് കാരണം ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഇപ്പോൾ ഓൾറെഡി C-സെക്ഷൻ കൺഫേം ആയത് കാരണം കൊണ്ട് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എനിക്ക് അത്രയ്ക്ക് ഹീലൊന്നും ആവില്ല. പിന്നെ എങ്ങനെ എക്സാമിന് പോകാൻ പറ്റുമെന്നുള്ള കാര്യത്തിലൊക്കെ നല്ല ഡൗട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഇത്രയും ഡീപ്പായിട്ട് നോക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. പിന്നെ എന്തായാലും തുടങ്ങി വെച്ച കാര്യം അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇൻ്റർനെറ്റും അതുപോലെ വെബ് ഡിസൈനിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉള്ളൂ കേട്ടോ ഇനി നോക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഓൾറെഡി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ നോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ റിവിഷൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ എഴുതി വെക്കുന്നു എന്നുള്ളത് ഇപ്പോൾ വേഗം സിലബസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ എഴുതി വെക്കുന്നതാണ്. ഒക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്താൽ മാത്രമേ നമ്മുടെ തലയിൽ നന്നായിട്ട് കയറുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സിലബസ് കംപ്ലീഷൻ സീരീസിൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ അതൊക്കെ കാണിച്ചു തരാം.
പിന്നെ IT എളുപ്പമാണെന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷം മുമ്പ് പഠിച്ച കാര്യങ്ങളായത് കാരണം കൊണ്ട് പല കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഇപ്പോൾ ഞാൻ ഈ ഒരു റാങ്ക് ഫയൽ കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ സമയത്ത് കമ്മി ബോർഡ് കമ്മി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ സമയത്ത് ഈ ഒരു റാങ്ക് ഫയൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് വായിക്കുന്ന ഒരു ഫീലിങ്സാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ അതൊക്കെ ആ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എനിക്ക് നോക്കി എന്ന് തന്നെ തോന്നുന്നു. ഞാനിപ്പോൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചത് ആ ഒരു പേന കൊണ്ടൊക്കെ ഞാനിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് അതിലൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് ഇതൊക്കെ ഞാൻ പഠിച്ചാണല്ലേ എന്നൊക്കെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വീണ്ടും റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നോട്ട്സ് ചെയ്ത് വയ്ക്കുന്നത്. നോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യും. റാങ്ക് ഫയലിലേക്ക് അങ്ങനെ വരാൻ തോന്നുന്നില്ല. അതാണൊരു പ്രശ്നം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് പഠിക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ജോലി കിട്ടാത്ത, കുറേ വർഷങ്ങളായിട്ട് പഠിച്ചിട്ടും ജോലി കിട്ടാത്ത ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. അത് എല്ലാവർക്കും ഒരുപോലെ അല്ല കേട്ടോ. ചിലർക്ക് വർഷങ്ങളായിട്ട് പഠിച്ചിട്ടായിരിക്കും ജോലി കിട്ടുന്നത്, ചിലർക്ക് പെട്ടെന്ന് ജോലി കിട്ടും. അതെല്ലാം അവരുടെ പ്രിപ്പറേഷൻ മെത്തേഡിലുള്ള വ്യത്യാസം കാരണം കൊണ്ടാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഏതെല്ലോ വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാലും സംശയങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട്, അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്, അതുപോലെ കുറച്ച് കാര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് പഠിക്കുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എപ്പോഴും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഹാർഡ് വർക്ക് ഉറപ്പായിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ സ്മാർട്ട് വർക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു എക്സാം ഏറ്റവും വേഗത്തിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇത് ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് സോഴ്സുകൾ യൂസ് ചെയ്യും. ലൈക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്സ് യൂസ് ചെയ്യുന്നു, SCERT യൂസ് ചെയ്യുന്നു, അതെല്ലാം വേണ്ടതാണ്. അതുപോലെ റാങ്ക് ഫയൽ, തൊഴിൽ വാർത്ത, തൊഴിൽ വിധി, മോഡൽ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ പല കാര്യങ്ങളും, അതുപോലെ ക്ലാസ്സുകൾ, ആപ്പ് മെറ്റീരിയൽസ്, ഇങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പഠിക്കുന്നു. പക്ഷേ നമ്മുടെ ട്രാക്ക് കറക്റ്റ് ആയിരിക്കില്ല. നമ്മൾ ഒരുപാട് വർഷങ്ങൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സുകൾ മാത്രം കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് സ്മാർട്ട് വർക്കാണ്. അതുപോലെ ആവശ്യമുള്ള കാര്യങ്ങൾ സ്വീകരിക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാനും നമ്മൾ പഠിക്കണം. ഇത് ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏതൊരു PSCക്ക് വേണ്ടി നമ്മളെപ്പോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന, അതായത് സ്റ്റഡി വ്ളോഗ്സ് ചെയ്യുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ആണ്. അത് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ കുട്ടി അതിൽ ക്ലാസ്സുകളായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് സ്വന്തം നോട്ട്സ് വെച്ചിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന പോലെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഇതായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ക്യൂരിയോസിറ്റി കണ്ടപ്പോൾ ഞാൻ തുറന്നു നോക്കിയതായിരുന്നു. അപ്പോൾ അതിൽ ഒരു ചോദ്യം എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു. അതായത് ശ്രീനാരായണ ഗുരുവിന് കല്യാണം ഉറപ്പിച്ച വർഷം ഇന്നതായിരുന്നു എന്നിട്ട് അതിൽ പറയുന്നുണ്ട്. സീരിയസ്ലി ഗൈസ്, ഇതുപോലൊരു ക്വസ്റ്റ്യൻ PSCയുടെ എക്സാമിന് ചോദിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യത വളരെ 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 തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? കാരണം ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യം, അതും ഒരു വർഷമൊക്കെ ആയിട്ട് എക്സാമിന് ചോദിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീനാരായണ ഗുരു ആരാണ്? ആ ഒരു വ്യക്തിയുടെ റോൾ എന്താണ് നമ്മുടെ നവോത്ഥാനത്തിൽ? ശ്രീനാരായണ ഗുരു സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, സമൂഹത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, സ്ഥാപിച്ച സംഘടനകൾ ഏതൊക്കെയാണ്, അതിൻ്റെയൊക്കെ വർഷങ്ങൾ പഠിക്കുവാണ്. അതൊക്കെയാണ് കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പഠന രീതി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു വ്യക്തിയുടെ ജനനം മുതൽ അവസാനം വരെ അയാൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരും അദ്ദേഹത്തിൻ്റെ സഹോദരിമാരുടെ പേരും ഇതൊക്കെ പഠിച്ചിട്ട് നമുക്ക് ഒരു യൂസ്ഫുള്ളും എക്സാമിന് ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിൽ കുത്തിക്കയറ്റുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, സ്മാർട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് ഓരോ തുടക്കക്കാരും തുടങ്ങുന്നത്. തുടക്കക്കാർക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ഈ ഒരു വലിയ റാങ്ക് ഫയലുകൾ എന്ന് പറയുന്നത്. ലോകത്തില്ലാത്ത എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. ഒരു കണ്ടൻറ്റ് മിസ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് അവർ കോമ്പറ്റേറ്റീവ് മൈൻഡിൽ ഇറക്കിയ റാങ്ക് ഫയലുകളാണ് ഓരോ വോളിയംസായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരിക്കലും ഒരു എക്സാം കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു വീഡിയോയിൽ അത് നോട്ട്സായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതായത് റാങ്ക് ഫയലും കൂടിയല്ല. അപ്പോൾ അതും ഭയങ്കര ഡീപ്പായിട്ടൊരു 4-5 പേജാണ് ഈ ഒരു വ്യക്തിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും സമയം ആ ഒരു നോട്ട്സ് എഴുതാൻ തന്നെ എത്ര സമയം എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് സമയം നിങ്ങൾ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പഠന രീതി മാറ്റുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ചും ബിഗിനേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് എന്താ പഠിക്കേണ്ടതെന്നൊന്നും അറിയില്ല. പ്രത്യേകിച്ച് നമ്മൾ പഴയ റാങ്ക് ഫയൽ, ചെറിയ കുഞ്ഞു റാങ്ക് ഫയൽ യൂസ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും അനാവശ്യമാണെന്ന്. അപ്പോൾ ഇത്രയും വലിയ റാങ്ക് ഫയലുകൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പിന്നെ പറയാനുണ്ടോ? നിങ്ങൾ ഒരുപാട് ചപ്പ് ചവറുകൾ വാരി വലിച്ച് പഠിക്കും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും തുടക്കത്തിൽ
പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരുന്ന റൂട്ട് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ചെയ്ത് നോക്കുകയെന്ന്. നിങ്ങൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് വായിച്ചെങ്കിലും നോക്കൂ. നിങ്ങൾക്കറിയാം പലരും പറയാറുണ്ട് പഠിച്ചതിന് ശേഷം സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നെഗറ്റീവ് ആവുന്നത്. അങ്ങനെയല്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന റൂട്ട് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളെ നെഗറ്റീവ് അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിഗ്രി മെയിൻസ് ക്രാക്ക് ചെയ്തു എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഏകദേശം 1 മാസം കൊണ്ടാണ് ഡിഗ്രി മെയിൻസിൻ്റെ സിലബസ് സെലക്റ്റഡ് ഏരിയാസ് മാത്രം കംപ്ലീറ്റ് ചെയ്ത് വിത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് ആ ഒരു എക്സാം കിട്ടാൻ തന്നെ കാരണം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയത് കാരണം കൊണ്ട് മാത്രമാണ്. എനിക്ക് ഉറപ്പായിട്ടും നെഗറ്റീവ് അടിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. കാരണം ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും എനിക്ക് യാതൊരു കാര്യങ്ങളും മനസ്സിലാവാത്ത ഒരിതായിരുന്നു. പ്രത്യേകിച്ചും 2022 നടന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടാൽ തന്നെ, ഡിഗ്രി ലെവലിലൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടാൽ തന്നെ നമ്മൾ നെഗറ്റീവ് അടിക്കാൻ വേറെ ഒന്നും വേണ്ട. അത്രയും ടൈറ്റായിട്ടുള്ള, ഇപ്പോൾ അഡ്ജുഡിക്കേഷൻ അതോറിറ്റി അങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ അതൊക്കെ ഈ പഠിക്കണമെന്ന് എനിക്ക് തോന്നിയത് തന്നെ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്ത കാരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് 1 മാസം കൊണ്ട് എനിക്ക് ആ ഒരു ഡിഗ്രി മെയിൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയ കാരണം കൊണ്ടാണ്. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോക്ക് ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്യാതിരിക്കുക. PSCയുടെ പാറ്റേണിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഏത് എക്സാമിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഇപ്പോൾ 10th ലെവലാണെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവലാണെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്മാർട്ട് വർക്കിലൂടെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എക്സാം സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം എന്ന് വിചാരിച്ചിട്ടിരിക്കരുത്. നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് ഉറപ്പായിട്ടും നിങ്ങൾക്കത് റിഗ്രറ്റ് ആവാനേ തോന്നുള്ളൂ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിലും പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാനിങ്ങനെ +2 കഴിഞ്ഞ സമയത്ത് തന്നെ ഡിഗ്രിക്ക് ചേർന്നതിന് പകരം PSC ചേരായിരുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഡെലിവറിക്ക് ശേഷം കുറേ നാൾ ഞാൻ വേസ്റ്റാക്കി കളഞ്ഞ സമയം യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും, നിങ്ങളുടെ കംഫർട്ട് നോക്കിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നാളെ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് മാറും. സോ നിങ്ങൾ എക്സാം നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഒരു റാങ്ക് ഫയൽ എടുത്ത് വായിക്കുക, SCRT വായിക്കുക, ക്ലാസ്സുകൾ കാണുക, നോട്ട്സ് എഴുതുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബേസ് മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് കൊണ്ട് പറ്റില്ല. നിങ്ങളുടേതായിട്ടുള്ള എഫേർട്ട് ഇടണം. എല്ലാ റാങ്ക് ഹോൾഡേഴ്സും ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ആരെങ്കിലും ഒരു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ എഫേർട്ടും കൂടെ അതിൽ മാക്സിമം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വലിച്ചു വാരിയിട്ടും കണ്ടൻറ്റ് ഒരുപാട് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് എക്സാമിന് ഒരിക്കലും നല്ലൊരു സ്കോർ കിട്ടില്ല. ഞാൻ മിക്കപ്പോഴും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒഴിവാക്കേണ്ടതിന് മാക്സിമം ഞാൻ ഒഴിവാക്കി. ഇപ്പോൾ ഈ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ജനിച്ച വർഷം മരിച്ച വർഷം ഇതൊന്നും ഞാൻ പഠിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസായിട്ടൊരു സ്ട്രോങ് റിലേഷൻ വേണം. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മൊത്തം അബദ്ധത്തിലേ ഉണ്ടാവുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ റിവിഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് കുറച്ച് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടൊരു ആൾ എപ്പോഴും നമ്മൾക്ക് കമൻറ്റ് ഇടുന്നൊരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ഇടണം. കാരണം നിങ്ങളിങ്ങനെ പറയുമ്പോൾ മാത്രമേ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ ഉണ്ടാവുള്ളൂ. ടെക്നിക്കലി നമ്മുടെ ചാനൽ കുറച്ച് വീക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും നിങ്ങൾ അതൊന്നും നോക്കണ്ട, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് അപ്ലൈ ചെയ്താലും മതി. ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ തെറ്റായ ഒരു പാതയിലേക്ക് കൊണ്ടുപോയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുന്നവർക്കും ബൈ.